എല്ലാവർക്കും നമസ്കാരം. പതിവുപോലെ ഈസ്റ്റോസിൻ്റെ വർക്കുകൾ ഒരുപാട് കാലമായിട്ട് തുടർച്ചയായിട്ട് കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയിലും അങ്ങനെ 2 ഗാനങ്ങൾ എഴുതി. ഇപ്പോൾ തൊട്ട് മുൻപ് കേട്ട കാട്ടുപുലി എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായ സംഭവമാണ്. ഈ പാട്ട് റെഡിയാവാൻ വിജയൻ സാറെ വിളിച്ചിട്ട് രഞ്ജിനൊന്ന് ചൂടിടാൻ പറയും, രഞ്ജിൻ ചൂടില്ല, എന്നോട് എഴുതാൻ പറയും, ഞാൻ എഴുതില്ല, നീ ആദ്യം ചൂട്, ഞാൻ രണ്ടാമത് എഴുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി അവസാനം ഒരു ദിവസം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ എഴുതിയ ശേഷം ആണ് രഞ്ജിൻ ഈ പാട്ട് ട്യൂൺ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഭയങ്കര രസകരമായിട്ട് എഴുതാൻ പറ്റിയ പാട്ടായിരുന്നു ഈ പാട്ട്. അപ്പൊ അതിനേക്കാൾ ഉപരി എന്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളത്തില് ഒരുപാട് താരങ്ങൾ എന്റെ പാട്ട് പാടിയിട്ടുണ്ട്. അത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ എണ്ണമറ്റ ഈ താരങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ള എന്റെ വരികളാണ്. അതില്ലേ ഇവിടെ നീ പാടും ഇല്ല ഞാൻ ഇല്ല. അത് ഒരുപാട് പേര് പാടി. ഈ പടത്തില് ഒരു കൂട്ടം താരങ്ങൾ ഒരുമിച്ച് പാടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. സിനിമ തീർച്ചയായിട്ടും ഹിറ്റാവും, പാട്ടുകളും എല്ലാം ഹിറ്റാവും, എല്ലാം വളരെ നന്നായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് പാട്ട് എഴുതുന്നത് എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ആൽബത്തിൽ. അങ്ങനെയാണ് പാട്ടെഴുത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ട്. 2 പാട്ടുകൾ ഇതിൽ ചെയ്യാൻ പറ്റി. രഞ്ജിൻ്റെ മ്യൂസിക്കിൽ വിജയൻ സാറിൻ്റെ നിർദ്ദേശത്തിൽ 2 പാട്ട് ചെയ്യാൻ പറ്റി. നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭീഷ്മരും നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാട്ടുകളും സിനിമയും ഒരുപോലെ സ്വീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. വളരെ സന്തോഷം. ഒരുപാട് വർഷങ്ങളായി, അത് 4 നൂറ്റാണ്ട് കാലമായി ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഒത്തിരി പാട്ടുകൾ എൻ്റെത് ചെയ്തിട്ടുണ്ട് ഈശ്വരത്ത്. ഗംഭീരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കമ്പനി കൊണ്ട് എൻ്റെ പാട്ടുകൾ മിതാദ് സന്ധ്യ എന്ന പേരിൽ വിദേശത്ത് പരിപാടി കൂടി ആ ആൽബത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക് ആൽബം എന്നുള്ള നിലയിലാണ് മിതാദ് ഇറക്കിയത്. ഇന്നിപ്പോൾ മൂവിയിലേക്കും എൻ്റെ പാട്ടെടുത്തതിൽ വളരെയധികം സന്തോഷം അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് രേഖപ്പെടുത്തുകയാണ്.